ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ചക്കക്കുരു ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പേർക്ക് ഇത് അറിയായിരിക്കാം, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ തന്നെയാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോക്ക് താഴെ ഇതുപോലുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ആ ഒരു കുഞ്ഞു ബെൽ ബട്ടണിൽ 3 ഓപ്ഷൻസ് വരുന്നതായിട്ട് കാണാം. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ഒരു ചക്കക്കുരു ഫ്രൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു 10-12 വലിയ സൈസ് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ മുകളിലത്തെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ റെഡ് കളർ തൊലി കുറച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കളഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് തിന്നായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ചക്കക്കുരുവിനെ ഇതുപോലെ ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരുപാട് തിന്നാക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വരുന്ന ടൈമിൽ അത് വല്ലാണ്ട് അങ്ങ് ഹാർഡായി മാറും. അതുകൊണ്ട് ഒരു ചക്കക്കുരുവിനെ മാക്സിമം 3 അല്ലെങ്കിൽ 4 പീസാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ എല്ലാ ചക്കക്കുരുവും ഞാൻ ഇതുപോലെ പീസാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് ചോറ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ കഴിച്ച് തീർത്തോളും. നല്ല ഇഷ്ടമായിരിക്കും കുട്ടികൾക്ക്. പിന്നെ ഞാൻ ഇതിന് മുമ്പൊരു ചക്കക്കുരു മിൽക്ക് ഷേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരുപാട് പേർക്ക് ഇഷ്ടമായി. അവർ ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ചക്കക്കുരുവിൻ്റെ വേറെ റെസിപ്പി കൂടി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അറിയാത്തവർക്ക് ഇതൊരു പുതുമ തന്നെയായിരിക്കും. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നെന്ന് വളരെ ഉറപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാനിങ്ങനെ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു ബൗളിലേക്ക് മാറ്റി ഇതൊന്ന് കഴുകിയെടുക്കട്ടെ. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കാശ്മീരി ആയിരിക്കും നല്ലത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അല്ല ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയായിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ്. അതിലേക്ക് കറിവേപ്പില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാന് ശേഷം മാത്രമാണ് നമ്മൾ ചക്കക്കുരു ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു മസാലകളൊക്കെ എണ്ണയിലേക്ക് ഒലിച്ചു പോവും. ചക്കക്കുരുമ്മൽ മസാലക്കൂട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇനിയൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് 1-2 മിനിറ്റ് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരുപാട് നേരം ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഇത് ഹാർഡായിട്ട് മാറും. ഭയങ്കര കഷ്ടമായിരിക്കും കഴിക്കാനായിട്ട്. ടേസ്റ്റൊക്കെ ഉണ്ടാവും, പക്ഷേ കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് വരിക. നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ മീൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കും എന്നുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത ബാച്ചും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അടുത്ത ബാച്ചും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്യാനും പാടില്ല. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരുപാട് നേരം ഫ്രൈ ചെയ്യാനും പാടില്ല. ഇതിപ്പോൾ കറക്റ്റ് ഈ ഒരു രീതിക്ക് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് ഉൾഭാഗം. പുറം ഭാഗമാണെങ്കിൽ നല്ല ക്രിസ്പിയാണ്. ഈ ഒരു രീതിക്കാണ് വരേണ്ടത്. അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.